അനന്തജ്ഞാനിയായ ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. സ്വന്തം വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനം 111:10 നമ്മൾ കാണുകയാണ്, ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. വീണ്ടും നമ്മൾ കാണുകയാണ്, ജോബിൻ്റെ പുസ്തകം 28:18 ജ്ഞാനം മുത്തിനേക്കാൾ അമൂല്യമാണ്. പ്രഭാഷകൻ പറയുകയാണ് 38:24 വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കുകയുള്ളൂ. ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതും ദൈവം പരിപൂർണനായിരിക്കുന്നത് പോലെ നമ്മൾ നമ്മെ തന്നെ പൂർണ്ണരാക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന വിവേകത്തിൻ്റെ വരമാണ് ജ്ഞാനം. അത് വ്യഗ്രതകൾ ഒഴിഞ്ഞാൽ മാത്രമേ ജ്ഞാനം ലഭിക്കൂ എന്നാണ് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ദൈവഭക്തിയാണ് ദൈവത്തോടുള്ള പ്രാർത്ഥന, വിശ്വാസം, എളിമ, ദൈവവചനം അനുസരിച്ച് ജീവിക്കുക, ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുക. ഇവയൊക്കെയാണ് ദൈവഭക്തിയും ഇതാണ് ജ്ഞാനത്തിൻ്റെ ആരംഭവുമെന്ന് വചനം പറയുകയാണ്. നമ്മൾ സ്വരുക്കൂട്ടി വച്ചിരിക്കുന്ന സ്വർണം വെള്ളിയേക്കാൾ വിലയുറ്റതാണ് ജ്ഞാനം എന്ന് വചനം പഠിപ്പിക്കുകയാണ്. ജ്ഞാനം മുത്തിനേക്കാൾ അമൂല്യമാണ്. എല്ലാവിധ വിലയുള്ള മുത്തുകളേക്കാൾ രത്നങ്ങളേക്കാൾ വിലയുള്ളതാണ് ജ്ഞാനം. കാരണം അത് എല്ലാ അറിവുകളെയും അതിശയിക്കുന്നതാണ് ജ്ഞാനം. അപ്പോൾ സഹോദരങ്ങളെ, നമുക്ക് ജ്ഞാനത്തിൽ വളരാം. ദൈവഭക്തിയിൽ ഉറച്ചു നിന്ന് പ്രാർത്ഥനാ ജീവിതം നയിച്ച് വിശുദ്ധിയിലും എളിമയിലും ജീവിച്ചുകൊണ്ട് ദൈവമക്കളായി നമുക്ക് മുന്നേറുവാനുള്ള സമയമാണ്. അന്ത്യകാലഘട്ടമാണ്. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.